മൂകം കരോതി വാചാലം പങ്കും ലങ്കയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം തൃതീയോധ്യായ മൂന്നാമത്തെ അധ്യായം. രാജോവാച പരസ്യ വിഷ്ണോരീശസ്യ മായിനാമവിമോഹിനീം മായാം വേദിതുമിച്ഛാമോ ഭഗവന്തോ ബ്രുവന്തുന. രാജോവാച, ഇവിടെ നീ ചക്രവർത്തിയാണ്. അദ്ദേഹം പറയുകയാണ്, പരസ്യ വിഷ്ണു ഈശനായിട്ടുള്ള പരാൽപരനായിട്ടുള്ള ആ ഈശ്വരനായിട്ടുള്ള ആ ഭഗവാന്റെ വിഷ്ണുവിൻ്റെ മായിനാമവിമോഹിനിയും, സാധാരണ മറ്റുള്ളവരെയൊക്കെ മോഹിപ്പിക്കാൻ മായ പ്രയോഗിക്കാൻ സമർത്ഥന്മാരായിട്ടുള്ള മായികളായിട്ടുള്ള അവരെ കൂടി മോഹിപ്പിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ, അതായത് മറ്റുള്ള ദേവന്മാർ അസുരന്മാർ അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള മായാശക്തികളുണ്ട്. അതിനെയൊക്കെ അവരെയും കൂടി മോഹിപ്പിക്കാൻ കഴിയുന്ന ആ ഭഗവാന്റെ മായ എന്നുള്ളതുണ്ടല്ലോ, അതിനെപ്പറ്റി എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഭഗവന്തോ ബ്രുവന്തുന, അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണേ എന്നാണ്. നാനുതൃപ്യേ ജുഷഞ്ജുഷ്മൽ വചോ ഹരികഥാമൃതം സംസാരതാപനിഷ്ടപ്തോ മർത്യസ്തത്താപഭേഷജം. എന്താണ് ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സംസാരതാപനിഷ്ടപ്തോ എന്നാണ്. അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ ദുഃഖത്തിൽ അങ്ങനെ മുഴുകി തവിക്കപ്പെട്ടിട്ട് എന്തുണ്ടായിരിക്കണു, ആ മർത്യത്താപ, ആ താപത്തിന് മനുഷ്യന് ഭേഷജായിട്ടുള്ള അല്ല മരുന്നായിട്ടുള്ള ഔഷധമായിട്ടുള്ള ആ എന്താണ് ഹരികഥാമൃതം, ഭഗവാന്റെ ആ കഥകളാവുന്ന അമൃതം, അത് ഒരിക്കലും ഇതിന് അനുതൃപ്തി കേട്ടാൽ കാലം യുഷ്മൽ അതായത് ആ ഹരികഥാമൃതമായിട്ട് അങ്ങനെ ആ ഭഗവാന്മാരുടെ വാക്കുകളെ കേട്ടിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും തൃപ്തി വരുന്നില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞു തരണം എന്ന് പറയുകയാണ്. അപ്പോൾ ആ മായ എന്താണെന്നല്ലേ ചോദിച്ചാൽ, മായ എന്താണെന്നതിൻ്റെ ഉത്തരം അന്തരീക്ഷൻ എന്നുള്ള നവയോഗിയാണ്. നവയോഗിമായിട്ടുള്ള അന്തരീക്ഷനാണ് പറയുന്നത്. അന്തരീക്ഷ ഉവാച ഏഭിർഭൂതാനി ഭൂതാത്മാ മഹാഭൂതൈർഭാഭുജ സസർജോച്ചാവജാന്യാദ്യ സ്വമാത്രാത്മപ്രസിദ്ധയേ. എന്താണ് ഈ മായ എന്ന് വെച്ചാണ്ടല്ലോ, അത് വളരെ അത്ഭുതമാണ്. അതായത് പറയാൻ പറ്റില്ല ആർക്കും, അനിർവചനീയം തന്നെയാണ് മായയെ പറ്റി പറയുക. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരം നടക്കണ ഈ മഹത്തായുള്ള ശക്തി ഉണ്ടല്ലോ ഭഗവാന്റെ, അത് തന്നെയാണ് മായ. ചതുശ്ലോകി ഭാഗവത്തിലൊക്കെ പറയും, ആദ്യത്തിൽ ഞാനേ ഉള്ളൂ, പിന്നെ മധ്യത്തിൽ ഞാൻ തന്നെ ഉള്ളൂ, അവസാനം ഇതെല്ലാണ്ടായുമ്പോഴും ഞാൻ തന്നെ ഉള്ളൂ. എന്നാൽ ഞാനല്ലാണ്ട് എന്തെങ്കിലും കാണുന്നുണ്ട് പ്രപഞ്ചത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം എൻ്റെ മായ കൊണ്ടാണെന്ന് ചിന്തിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ചതുശ്ലോകി ഭാഗവതത്തിൽ. അതുതന്നെയാണ് ഇവിടെ ആ ഭഗവാന്റെ സൃഷ്ടിസ്ഥിതി സംഹാരമാകുന്ന ആ ലീല, അതിന് തന്നെയാണ് മായ എന്ന് പറയുക. അതിങ്ങനെ ആവുന്നപ്പോൾ എന്താ അവിടെ ചെയ്യുക, ആ സൃഷ്ടി എങ്ങനെയാണ് ഉണ്ടായത്, അതുമാതിരി വീണ്ടും അത് ലയിക്കുന്നത് എങ്ങനെയാണ്, അതങ്ങോട്ട് പറയുക. അത്രയേ ഉണ്ടോ. തുഞ്ചത്താചാര്യൻ ഹരിനാമകീർത്തനത്തിൽ പറയുന്നുണ്ട്, ലക്ഷം പ്രകാരമൊടു സൃഷ്ടിപ്പതിന്നുമതു രക്ഷിപ്പതിന്നുമതു ശിക്ഷിപ്പതിന്നുമിക വിക്ഷേപം ആവരണം ഈ രണ്ടു ശക്തികൾ അതിങ്കെന്നുദിച്ചു ഹരിനാരായണായ നമഃ. അതാണ് മായയുടെ ശക്തി. മായയ്ക്ക് രണ്ട് ശക്തികളാണ്. ആദ്യത്തേത് ആവരണ ശക്തി. യഥാർത്ഥത്തിൽ എന്താണ് അതിനെ മറയ്ക്കുക. യഥാർത്ഥത്തിൽ എന്താണ് ഭഗവാൻ അല്ലെങ്കിൽ ബ്രഹ്മതത്വം മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ. അത് എന്താണെന്ന് ആർക്കും അറിയാണ്ടേക്കുക. അതിനാണ് ആ മായയുടെ ആവരണ ശക്തി. പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന വസ്തുക്കളെ നമ്മുടേതായിട്ടുള്ള ശക്തി, പ്രപഞ്ചം മുഴുവൻ, ഇതെല്ലാം മായയുടെ വിക്ഷേപങ്ങളാണ്. ആ മായയുടെ വിക്ഷേപങ്ങൾ വരുന്നുണ്ടാവണം അവനവൻ്റെ മനസ്സിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഓരോ ജീവനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ്റെ ആ ജീവൻ്റെ മനസ്സിൽ നിന്നാണ് ഈ സൃഷ്ടികൾ മുഴുവൻ ഉണ്ടാവുന്നത്. അത് സമഷ്ടിയെ പറ്റി ചിന്തിച്ച് കഴിച്ചാൽ ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ സൃഷ്ടി മുഴുവൻ ഉണ്ടാവുന്നത്. അതാണ് പറയാൻ പോണത്. എന്താണ് സസർജോച്ച, എങ്ങനെയാണ് ഈ ഭഗവാൻ എന്ത് ചെയ്തു, വളരെ കഴിവുള്ളവനായിട്ടുള്ള ഭഗവാൻ എന്ത് ചെയ്തു, ഈ മഹാഭൂതങ്ങളെ കൊണ്ട്. ഏതാണ് മഹാഭൂതങ്ങൾ? പഞ്ചഭൂതങ്ങൾ, ആകാശം, ഭൂമി, വായു, അഗ്നി, ജലം, ഇതിനെ കൊണ്ട് എന്ത് ചെയ്തു, ഇതെങ്ങനെയാണ് തന്നിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഈ ഇതെല്ലാം കൊണ്ട് ഭൂതസ്വരം, ഇതിൻ്റെയൊക്കെ സ്വരൂപമായിട്ടുള്ള ഭഗവാൻ, മഹാശക്തനായിട്ടുള്ള ഭഗവാൻ എന്ത് ചെയ്തു, പലതരത്തിലുള്ള ഉച്ചങ്ങളും നീചങ്ങളുമായിട്ടുള്ള പലതരത്തിലുള്ള സൃഷ്ടികളെ ഉണ്ടാക്കി സ്വമാത്ര ആത്മപ്രസിദ്ധയെ. എന്തിനു വേണ്ടിയിട്ട് അതൊക്കെ ഉണ്ടായത്? അവരെയൊക്കെ രക്ഷയ്ക്കും അവരുടെ നന്മയ്ക്കും അവർ ഉണ്ടായിട്ട് തന്നെയാണ്. ആ
വളർന്നു വന്നിട്ട് അവർക്ക് തന്നിൽ തന്നെ വന്ന് ചേരാൻ വേണ്ടിയിട്ട് ഒരു ലീലയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് മാത്രമാണ്. ഏവം സൃഷ്ടാനി ഭൂതാനി പ്രവിഷ്ട പഞ്ചധാതുഭി ഏകഥാ ദശതാത്മാനം വിഭജഞ്ചുഷതേ ഗുണാൻ. ഇങ്ങനെ താൻ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഈ വസ്തുക്കളിലെല്ലാവരും അതിൽ പഞ്ചഭൂതങ്ങളാണ് താമസാഹങ്കാരത്തിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള പഞ്ചഭൂതങ്ങൾ, അതാണ് വിഷയങ്ങൾ. ഈ വിഷയങ്ങളെ എന്ത് ചെയ്യണു? ഏകഥാ ദശതാത്മാനം വിഭജൻ യുഷതേ ഗുണാൻ. ഈ ഇങ്ങനെ എന്ത് ചെയ്യണു? ഏകഥ ഒന്നായിട്ട് എന്താണ്? മനസ്സ്. ആ മനസ്സ് സാത്വിക ഭാവത്തു നിന്നുണ്ടായിട്ടുള്ള മനസ്സ്, പിന്നെയോ ദശതാത്മാനം രജോഭാവത്തു നിന്നുണ്ടായിട്ടുള്ള 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും, ഇതെല്ലാം കൂട്ടിയിട്ട് ഈ താമസാഹങ്കാരത്തിൻ്റെ ഭാവമായിട്ടുള്ള 5 വിഷയങ്ങളുണ്ടല്ലോ, അതിനെങ്ങനെ താൻ തന്നെ അനുഭവിക്കണം. ഈ ഓരോ ജീവനിലും ചെന്ന് കയറിയിട്ട് എന്ന് പറയുകയാണ്. ആ സമയത്ത് എന്താ ചെയ്യണത്? താൻ ഈശ്വരനാണെന്നുള്ള ഭാവം വിട്ടിട്ട് ജീവനാണെന്ന് എപ്പോൾ തോന്നുന്നു, ആ സമയത്താണ് ഇതിനൊക്കെ രുചിച്ചുകൊണ്ട് താൻ ഇതാണെന്ന് ഭാവിക്കേണ്ടത്. അങ്ങനെ എന്ത് ചെയ്യും? ഗുണാൻ സഭുഞ്ചാന ആത്മപ്രദ്യോതിതൈ പ്രഭു മന്യമാന ഇതം സൃഷ്ടം ആത്മാനമിഹ സജ്ജരേ. ഇങ്ങനെ ആ പ്രഭുവായിട്ടുള്ള അദ്ദേഹം എന്ത് ചെയ്തും അന്തര്യാമിയായിരിക്കുന്ന ഈ ആത്മാവ് കൊണ്ട് പ്രകാശിപ്പിക്കട്ടുള്ളതാണ് ഈ ഗുണങ്ങളായിട്ടുള്ള കാര്യങ്ങളെല്ലാം. എന്നിട്ടോ ആ ഗുണകാര്യങ്ങളായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഈ വിഷയങ്ങളെ അനുഭവിക്കുന്ന സമയത്ത് ഈ സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള ശരീരത്തെ, ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ശരീരം, അത് താനാണ്, ആത്മാവല്ല, താനാണ് ബോധ്യം ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യണു? ഈ ശരീരാദികളിൽ സജ്ജതയെ ആസക്തിയുള്ളവനായി തീരണം. അതാണ് മായയുടെ ആദ്യത്തെ. അതിനാണ് അവിദ്യ എന്ന് പറഞ്ഞില്ലേ? അവിദ്യ കഴിഞ്ഞിട്ടുള്ള മോഹം. അതാണ് ശരീരത്തിൽ താനാണെന്നുള്ള ബോധം ഉണ്ടാവുക. അതാണ് കർമാണി കർമ്മവി കുർവൻ സനിമിത്താനി ദേഹവൃത് തത്തത് കർമ്മഫലം ഗൃണ്ണൻ ഭ്രമദീഹ സുഖേതരം. ആ കർമ്മങ്ങൾ ധാരാളം ചെയ്യും കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട്. എന്നിട്ടോ അതിൻ്റെ വാസന ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വാസനകൾ കൊണ്ടാണ് പിന്നീട് ജന്മങ്ങൾ പുതിയ ശരീരങ്ങൾ ധരിക്കുക. ആ ശരീരങ്ങളിൽ ആ വാസന ശരീരങ്ങളിൽ വീണ്ടും കർമ്മം ചെയ്യും. അതങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഇതില്ലേ തത്തൽ കർമ്മഫലം ഗൃണ്ണൻ ഭ്രമദീഹ സുഖേതരം. ഇതിലങ്ങനെ ഭ്രമിച്ചിട്ട് അങ്ങനെ ഒരു ജന്മങ്ങളങ്ങനെ കഴിയുമ്പോൾ എങ്ങനെ സുഖദുഃഖാത്മകമായിട്ടുള്ള, അതായത് ചിലപ്പോൾ സുഖമാവും ചിലപ്പോൾ ദുഃഖമാവും, അങ്ങനെയുള്ള ഈ സംസാരം മുഴുവൻ ഉണ്ടാവുന്നത് ഈ കർമ്മങ്ങളെ കൊണ്ടും അതിൻ്റെ ഫലം കൊണ്ടാണ്. ഇത്തം കർമ്മഗതീർഗച്ഛൻ ബഹു അഭദ്രവഹാപുമൻ ആഭൂത സംപ്ലവാത്സർഗ പ്രളയാവസ്നുദേവശ. ഇങ്ങനെ ബഹു അഭദ്രവഹ എന്നാണ്, അനേക ദുഃഖങ്ങളെ ഉണ്ടാക്കി തീർക്കുന്ന ഈ ഓരോരോ കർമ്മഗതികളെ അങ്ങനെ അനുഭവിക്കുന്ന ജീവനുണ്ടല്ലോ, അവശനായിട്ട്, അതായത് തനിക്ക് ഇതിന് നിവൃത്തിയില്ല രക്ഷപ്പെടാൻ, അവശനായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ആഭൂത സംഭവം പ്രളയകാലം വരെ, അവസാനം ഈ പ്രപഞ്ചം മുഴുവൻ ഈ ബ്രഹ്മാവിൻ്റെ ആ ദിവസത്തിൻ്റെ അവസാനം എപ്പോൾ ഭഗവാന് ചേരുന്നു അതുവരെ സർഗപ്രളയവും ജനന മരണങ്ങളെ ഇങ്ങനെ വീണ്ടും സൂചിച്ച് ജനിക്കുക മരിച്ച അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ്. എന്നിട്ടോ ഇനി പ്രളയം വരണത് എങ്ങനെയാണ്? പ്രളയത്തിൽ എന്താ ഉണ്ടാവുക? ധാതൂപപ്ലവ ആസന്നേ വ്യക്തം ദ്രവ്യഗുണാത്മകം അനാനിധനക്കാലോ ഹവ്യക്തായ അവകരിഷ്യതി. ഇങ്ങനെ ആ മഹാഭൂതങ്ങളുടെ നാശത്തിന് കാരണമായിട്ട് എന്താണ് വരുന്നത്? അതിന് സമയം വരുന്ന സമയത്ത് കാലം ഉള്ള അതിൻ്റെ ഭഗവാന്റെ അതിൻ്റെ കാലം എന്ത് ചെയ്യും? ഇതിനെല്ലാം അവ്യക്തത്തിലേക്ക് അപകർഷതി മെല്ലെ അപകർഷിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന വഴിയാണ്. അത് അങ്ങനെയാണ്. എങ്ങനെ തുടങ്ങുക? ശതവർഷാപ്യനാവൃഷ്ടി ഭവിഷ്യന്തി അത്യുൽബണാഭുവി തൽക്കാലോപജിതോഷ്ണാർക്കോ ലോകാം സ്ത്രീൻ പ്രതമിഷ്യതി. 100 വർഷം മഴ പെയ്യില്ല എന്ന് പറയണത്. ആ അനാവൃഷ്ടിയായിട്ട് കാലത്ത് എന്തുണ്ടാവും? ആ എല്ലാ ഭൂമി മുഴുവൻ അങ്ങനെ ചുട്ട് പഴുത്തിങ്ങനെതാവും. പിന്നെ തൽക്കാലോപജിതോഷ്ണാർക്കോ ലോകാം സ്ത്രീൻ ഭൂമിയെ മുഴുവൻ അങ്ങനെ സൂര്യൻ അങ്ങനെ ചുട്ട് പഴുപ്പിക്കും. എന്നിട്ട് പൊടിയായിത്തീരും. പാതാളതലമാരഭ്യ സംഘർഷണമുഖാനല ദഹൻ ഊർധ്വശിഖോ വിശ്വ വർദ്ധതേ വായുനേരിത. അത് മുകളിൽ നിന്ന് സൂര്യൻ്റെ ചൂട്, താഴ്ത്തുനിന്ന് ആ സംഘർഷണ ഭഗവാനാണ് ഭൂമി ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കണേ. ആ സംഘർഷണൻ്റെ കണ്ണ് ഇതിൽ ശ്വാസോച്ഛ്വാസം വരുന്നുള്ള ഇതില്ലേ മുഖത്തുനിന്ന് വരുന്ന തീയെ അത് താഴ്ത്തുനിന്ന് അങ്ങനെ ചുട്ട് പഴുപ്പിച്ച് ഭൂമിയെ കേട്ടോ. അങ്ങനെ ആ ചൂടിൽ എന്തുണ്ടാവും? സാംവർത്തകോ മേഘഗണോ പക്ഷതിസ്മ ശതം സമാ ധാരാഭി ഹസ്തിഹസ്താഭിർ ലീയതേ ശരീരേ വിരാട്. ആദ്യം അങ്ങനെ ഭൂമി മുഴുവൻ ചുട്ടുപെടുത്താണ്ട് പൊടിയാവും. അത് കഴിയുമ്പോഴേക്കും സാംവർത്തക മേഘങ്ങൾ എന്ന് പറയും. ഈ ചൂട് കൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന മേഘങ്ങളാണ്. ഈ മേഘങ്ങൾ അങ്ങനെ എന്നിട്ട് ആനയുടെ തുമ്പികാതിൻ്റെ വണ്ണത്തിൽ അങ്ങനെ കാലിൻ്റെ വണ്ണത്തിൽ അങ്ങനെ വർഷധാരയായിട്ട് അങ്ങനെ പെയ്യാൻ തുടങ്ങും. അതിലെന്തുണ്ടാവും? ആ ബ്രഹ്മാണ്ടം മുഴുവൻ ഭൂമി മുഴുവൻ ജലത്തിൽ അങ്ങോട്ട് ലയിക്കും. ഭൂമി ജലത്തിൽ ലയിക്കും.
തതോ വിരാജമുത്സൃജ്യ വൈരാജ പുരുഷോ നൃപ അവ്യക്തം വിശദേ സൂക്ഷ്മം നിരിന്ധന ഇവാനലാം. ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു സലിലേ വിരാട്. വിരാട് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ബ്രഹ്മാണ്ടം. ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ജലത്തിൽ അങ്ങോട്ട് ലയിച്ചു. ജലത്തിൽ ലയിച്ചപ്പോൾ എന്തായിരുന്നു? ആ ബ്രഹ്മാണ്ടത്തിൻ്റെ മൂർത്തിയായിട്ടുള്ള വൈരാജൻ. തതോ വിരാജമുത്സൃജ്യ വൈരാജ, അതിൻ്റെ മൂർത്തി ഭാവമാണ് വൈരാജൻ. അതായത് ഒരു സൂക്ഷ്മ സാധാരണ ശരീരത്തിലെ വ്യക്തിയിൽ നമ്മുടെ ജീവൻ എന്ന് പറയുന്ന മാതിരി ബ്രഹ്മാണ്ടത്തിൻ്റെ ആ ജീവ സ്വഭാവമാണ് വൈരാജൻ എന്ന് പറയുന്നത്. ആ വൈരാജൻ എന്ത് ചെയ്യും? ഇങ്ങനെ ബ്രഹ്മാണ്ടം മുഴുവൻ ജലത്തിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? അവ്യക്തത്തിൽ വൈരാജൻ അങ്ങോട്ട് ലയിക്കും. എങ്ങനെ? നിരിന്ധന ഇവാനല, എങ്ങനെ കത്താനുള്ള ഇന്ധനങ്ങൾ തീർന്നു കഴിഞ്ഞാൽ അഗ്നി തനത്താനം അങ്ങോട്ട് കെടില്ലേ, അതുമാതിരി വൈരാജൻ അവ്യക്തത്തിലാണ് ലയിക്കും. അങ്ങനെ അപ്പോൾ സ്ഥൂലമായിട്ടുള്ള ആ വസ്തുക്കളെല്ലാം നശിച്ചു. ബ്രഹ്മാണ്ടം മുഴുവൻ ജലത്തിലായിപ്പോയി. ഇനിയോ ഈ വായണാഹൃതഗന്ധാഭൂ സലിലത്വായ കൽപ്പതേ സലിലം ഹൃദരസം ജ്യോതിഷ്ട്വായോപകൽപ്പതേ. ഈ ഭൂമിയുടെ സൂക്ഷ്മഭാവം എന്താണ്? ഗന്ധം എന്നുള്ളതാണ്. ആ ഗന്ധം ഇങ്ങനെ കാറ്റിനാൽ ഇങ്ങനെ അടിച്ചു കൊണ്ടുപോയിട്ട് ആ ഗന്ധത്തിൻ്റെ ശക്തി ഇല്ലാണ്ടാവും. അപ്പം എന്താ? സലിലത്വായ കൽപ്പതേ, ഭൂമി പറയുകയും ചെയ്തു, ജലത്തിലേക്ക് അങ്ങനെ ചേരുകയും ചെയ്തു. സലിലം തദ്രതരസം ജ്യോതിഷ്ട്വായോപകൽപ്പതേ. ആ ജലത്തിൻ്റെ ഗുണം എന്തായിരുന്നു? രസം എന്നുള്ളതായിരുന്നു തന്മാത്ര. ആ രസം ഇല്ലാണ്ടാവുമ്പോൾ ജലം എന്ത് ചെയ്യും? മെല്ലെ മെല്ലെ അഗ്നിയിൽ ലയിക്കും. ല്ലോ അതിനുശേഷം ഹൃദരൂപം തു തമസാവായൗ ജ്യോതിക്ലീയതേ. അവസാനം അഗ്നിക്ക് ശക്തിയില്ലാണ്ട് ഹൃദസ്പർശോ അവകാശേന വായുർന്നവസിലീയതേ. ഇങ്ങനെ ആ ജ്യോതിഷാവുന്ന അഗ്നി എന്ത് ചെയ്യും? പിന്നീട് ആ വായുവിൽ ജയിക്കും. കാറ്റ് ശക്തി ഇന്ധനങ്ങളില്ലാണ്ട് എന്താ ചെയ്യുക? അഗ്നിയാണ് അഗ്നി കെടുമ്പോൾ ഉണ്ടാവും ഇരുട്ടാവും. അത് വായു മാത്രം ബാക്കി. വായു പ്രലീയതേ ഹൃദസ്പർശോ അവകാശേന വായുർന്നവസിലീയതേ. രണ്ടെണ്ണം കൂടി സ്പർശം ഉണ്ടാവുമ്പോഴാണ് ഈ ഇതുണ്ടായത്, ഈ രൂപം ഉണ്ടായത്. അതിലുണ്ടായതുകൊണ്ടുള്ള കാറ്റ് മെല്ലെ മെല്ലെ ചലിച്ച് വെച്ചിട്ട് ഇതുണ്ടായി. അതിൻ്റെ ശക്തിയാണ് പോയി കഴിഞ്ഞാലോ വായു എന്നുള്ളതാണ് ഇല്ലാണ്ടേ എന്നിട്ടോ. അത് വായു എന്തിൽ ചെയ്യും? നവസിലീയതേ, ആകാശത്തിലാണ് ലയിക്കും വായു. എന്നിട്ടോ കാലാത്മനാഹൃത ഗുണം നഭ ആത്മനിലീയതേ. ഇങ്ങനെ ആ കാലം കൊണ്ട് എന്തുണ്ടാവും? ആകാശത്തിൻ്റെ ഇതിൽ അതിൻ്റെ നഭ ആത്മനിലീയതേ, അതിൻ്റെ ശബ്ദം എന്നുള്ള ഗുണം ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങനെ ലയിക്കും. അവസാനം ആകാശം, അതായത് ശബ്ദം എന്ന് പറഞ്ഞാൽ താമസാഹങ്കാരം. ഇന്ദ്രിയാണി മനോബുദ്ധി സഹവൈകാരിക ഇന്ദ്രഭ പ്രവിശന്തി അഹങ്കാരം സ്വഗുണൈരഹം ആത്മനി. ഇതേമാതിരി തന്നെ ഈ മറ്റുള്ള സ്ഥൂലങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഓരോരോ സൂക്ഷ്മ അവയവങ്ങളല്ലോ ഇന്ദ്രിയങ്ങളെല്ലാം രജോ ഗുണത്തിലാണ്. അപ്പോൾ അത് രജോഹങ്കാരം രാജസാഹങ്കാരത്തിലേക്കും. മനസ്സ് അതുമാതിരി ദേവതകളെ അവരെല്ലാവരും സാത്വികാഹങ്കാരത്തിലേക്കും. ഇനിയോ മറ്റുള്ള പഞ്ചഭൂതങ്ങളെല്ലാം അവസാനം താമസാഹങ്കാരത്തിലേക്കും. ഈ അഹങ്കാരം സ്വഗുണൈർ അഹം ആത്മനി, അത് അഹങ്കാരം എന്ത് ചെയ്യും? മഹത്വത്തിലേക്കും. ഏഷാ മായാ ഭഗവത സർഗസ്ഥിത്യന്തകാരിണി ത്രിവർണാവർണിതാസ്മാവി കിം ഭൂയ ശ്രോതുമിച്ഛസി. ഇങ്ങനെ ഈ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നതായിട്ടുള്ള എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ സത്വാദി ഗുണമായിട്ടുള്ള മായ കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്. അവസാനം ഇതെല്ലാം ലയിക്കും ചെയ്യും. ഈ മഹത്തായുള്ള പ്രവൃത്തി ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് നമുക്കുണ്ട് തോന്നും ചെയ്യുന്നു. അതിനാണ് മായ എന്ന് പറയണത് എന്ന് പറയുകയാണ്. അപ്പോഴാണ് രാജോവായ യഥൈരാം ഐശ്വര്യം മായം ദുസ്തരം അകൃതാത്മഭി തരന്ത്യന്യ സ്ഥൂലതയോ മഹർഷ ഇതമുച്യതാം. ഹേ മഹർഷിമാരെ, ഇങ്ങനെയുള്ള ഈശ്വരീമായ ദൈവീമായ ഭഗവാന്റെ ഈ മായയുണ്ടല്ലോ, ദുസ്തരം അകൃതാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് മനസ്സിനെ ഒതുക്കിയിട്ടുള്ള ആൾക്കാർക്കല്ലാണ്ട് ഒരിക്കലും തരണം ചെയ്യാൻ പറ്റാത്തതാണ് ഈ മായ എന്ന് മനസ്സിലായി. എന്നാൽ ഈ മായയെ വെറും സ്ഥൂല ബുദ്ധിയോട് കൂടിയിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെ വേഗത്തിൽ തരണം ചെയ്യാൻ പറ്റും? അതിനുള്ള മാർഗം പറഞ്ഞു തരണേ എന്നാണ് അപ്പോൾ രാജാവ് ചോദിക്കുന്ന നിമി ചക്രവർത്തി ചോദിക്കുന്നത്. പ്രബുദ്ധ ഉവാച, അതിനുത്തരം പ്രബുദ്ധൻ എന്നുള്ള നവയോഗിയാണ് പറയുന്നത്. കർമാണ്യാരഭമാണാനം ദുഃഖൈ സുഹായ ച അശീൽ പാകവിവല്യാസം മിഥുനീചാരിണം നൃണാം. അതിനെന്താ വേണ്ടത്?
തത്വവിമർശനം തന്നെയാണ് ചെയ്യേണ്ടത്. എന്താണ്? കർമാണ്യാരഭമാണാനം, നമ്മളെ ധാരാളം പ്രവൃത്തികൾ ഒരു ജീവൻ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ പ്രവൃത്തികളുടെയും ഉദ്ദേശം എന്താണ്? ദുഃഖഹത്യൈ സുഖായ ച, ദുഃഖം ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ടും സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ചെയ്യണത്. എന്നാലോ പശ്യേൽ പാകവിപര്യാസം മിഥുനീചാരിണം നൃണം, എന്നാലോ എന്താണ് ഉണ്ടാവണത്? ദുഃഖം വർദ്ധിക്കുകയും ചെയ്യും, സുഖമൊട്ടും ഉണ്ടാവൂല. അങ്ങനെയുള്ള വിപര്യാസമാണ് ഓരോ പ്രവൃത്തികളിലും കാണുന്നത് എന്ന് മനസ്സിലാക്കി ബുദ്ധി കൊണ്ട് ഉറപ്പിക്കുക. ഗൃഹസ്ഥാശ്രമങ്ങളുടെ ഇതില്ലേ മിഥുനീചാരണം എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമത്തിലാണ് ഇങ്ങനെ വരണത്. അത് മനസ്സിലാക്കുക. എന്നിട്ടോ നിത്യാർത്തിതേന വിത്തേന ദുർലഭേന ആത്മമൃത്യുന ഗൃഹാപത്യാപ്ത പശുഭി സാധിതൈശ്ചലൈ, ഇങ്ങനെ വിചാരം ചെയ്യണം. നിത്യ ആർത്തിതേന വിത്തേന, ഇങ്ങനെ ആ ദുർലഭേന ആത്മമൃത്യുന, ഈ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർത്തി. യഥാർത്ഥത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്നുള്ളത് അനർത്ഥമല്ലേ എന്ന് ആലോചിച്ച് നോക്കുക. ആർത്തിതാണ് എപ്പോഴും ദുഃഖം മാത്രമേ സമ്പത്ത് തരൂ. അങ്ങനെയുള്ള സമ്പത്തിനെ കൊണ്ട് ദുർലഭേന, വളരെ ഉണ്ടാക്കാൻ ലഭിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞാലോ ആത്മമൃത്യുവിനെ തന്നെ നശിപ്പിക്കുന്നതായിട്ടുള്ളതാണ് ഈ ധനം. അതുകൊണ്ട് എന്താണ് കാര്യം? അതേമാതിരി ഗൃഹം, മക്കള്, ഭാര്യ, അതുമാതിരിയുള്ള മറ്റുള്ള സമ്പത്തുകൾ, പ്രീതി, സാധ്യത, ഇഷ്ടല, ഇതെല്ലാം ചലങ്ങളാണ്, നശ്വരങ്ങളാണ്. ഇന്നുണ്ടാവും നാളെ പോവും. അങ്ങനെയുള്ള ഇതിനെ കൊണ്ട് എന്താണ് യഥാർത്ഥത്തിലുള്ള സുഖം കിട്ടുക എന്നുള്ളത് അത് ചിന്തിക്കണം. കിട്ടില്ല, ഒന്നും കിട്ടില്ല എന്ന് ചിന്തിക്കണം കേട്ടോ. ഏവം ലോകം പരം വിദ്യ നശ്വരം കർമ്മ നിർമ്മിതം സതുല്യാതിശയധ്വംസം യഥാ മണ്ഡലവർത്തിനം. ഈ ലോകത്തിൻ്റെ കഥ എങ്ങനെയാണ്? പിന്നെയോ പരൻലോക സ്വർഗ്ഗലോകത്തിൻ്റെ കഥ എന്താണ്? അവിടെയും തന്നെയാണ് ധാരാളം. അവിടെയൊക്കെ ഭോഗസുഖങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ പുതുതായിട്ട് കർമ്മം ചെയ്യലൊന്നുമില്ല. ഇവിടെ എന്തെങ്കിലും നല്ല പ്രവൃത്തികൾ ചെയ്തു വെച്ചാൽ അതിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് സ്വർഗ്ഗലോകത്തിൽ പോകും. അവിടെയും ആ സ്വർഗം ക്ഷയിച്ചു കഴിഞ്ഞാൽ എന്താണ്? വീണ്ടും ആ ഭൂമിയിൽ തന്നെ വരും വേണം. അതുകൊണ്ട് അതും നശ്വരങ്ങളാണ്. ഏതുമാതിരി കുറച്ച് രാജാക്കന്മാരില്ലേ, ചില ക്ഷുദ്ര രാജാക്കന്മാർക്ക്, അവർക്ക് ആ രാജാക്കന്മാരായിട്ട് ഇരിക്കുന്ന സമയത്ത് കുറച്ച് യഥാ മണ്ഡലവർത്തിനം, അവർക്ക് കുറച്ചു കാലം സുഖമൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ആ സുഖമൊക്കെ നഷ്ടപ്പെടും. അതുമാതിരിയാണ് അതും നശ്വരങ്ങളാണ്. പ്രപഞ്ചത്തിലും ഇഹത്തിലും പരത്തിലുള്ള നമ്മൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഖങ്ങളും നശ്വരങ്ങളാണെന്ന് ബോധ്യം വരണം. അങ്ങനെ ബോധ്യം വന്നാൽ എന്തുണ്ടാവും? തസ്മൽ ഗുരും പ്രപദ്യേത ജിജ്ഞാസു ശ്രേയ ഉത്തമം ശാബ്രേ പരേച നിഷ്ണാദം ബ്രഹ്മണ്യുപശമാശ്രയം. അങ്ങനെ ബോധം വന്നു കഴിഞ്ഞാൽ ജിജ്ഞാസു ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യണം? ജിജ്ഞാസു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്ത് ചെയ്യണം? ഗുരും പ്രപദ്യേത, ഒരു മഹാനായിട്ടുള്ള ഒരു ഗുരുവിനെ കാണണം. ഗുരു എങ്ങനെയാണ്? ശാബ്ദേ പരേച നിഷ്ണാദം, വേദങ്ങളിലും അതുമാതിരി ബ്രഹ്മത്തിലും എല്ലാം അറിവുള്ള ആളായിട്ടുള്ള ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ നിയന്ത്രിച്ചായിട്ടുള്ള ഒരു ഉത്തമനായിട്ടുള്ള ഒരു ഗുരുവിനെ അടുത്ത് ചെന്ന് പ്രാപിക്കണം കേട്ടോ. അദ്ദേഹത്തിന് തത്ര ഭാഗവതൻ ധർമ്മൻ ശിക്ഷേൽ ഗുർവാത്മദൈവത അമായയാനുവൃത്യായി തുഷ്യേതാത്മാത്മതോഹരി. അവിടെ ചെന്നിരുന്ന ആ ആത്മസ്വരൂപനും തന്നെ ആശ്രയിച്ച് തൻ്റെ ശരണാഗതന്മാരായിട്ടുള്ള ആൾക്കാർക്ക് തന്നെ നൽകുന്നതിനുള്ള ആ ഭഗവാൻ ഏതൊരു ധർമ്മങ്ങൾ കൊണ്ടാണോ സന്തോഷിക്കുന്നത്, ആ ഭാഗവത ധർമ്മങ്ങളെ ആ ഗുരുവിൽ നിന്ന് പഠിക്കണം. എന്തൊക്കെയാണ് ഭാഗവത ധർമ്മങ്ങൾ എന്ന് കേട്ടോ? നിഷ്കപടമായിട്ടുള്ള, അതെങ്ങനെയാണ്? അമായയാനുവൃത്യായി നിഷ്കപടമായിട്ടുള്ള ശുശ്രൂഷ കൊണ്ട് ആ ഗുരുവിനെ സന്തോഷിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിൽ നിന്നാണ് ഇതൊക്കെ ഈ ഭാഗവധർമ്മങ്ങൾ മുഴുവൻ പഠിക്കേണ്ടത് കേട്ടോ. സർവതോ മനസോ സംഘം ആദൗ സംഘം ച സാധുഷു ദയം മൈത്രീം പ്രശ്രയം ച ഭൂതേഷ്വധായതോചിതം. എന്താണ് ചെയ്യേണ്ടത്? ആദ്യം എല്ലാ വിഷയങ്ങളിലും സംഘം ഇല്ലാത്ത അവസ്ഥ വരണം. അസംഘം ആദൗ, സർവ്വതാ മനസ്സുകൊണ്ട് എല്ലാറ്റിലും അനാസക്തി എന്നുള്ളത് വരുത്തുക. പിന്നെയോ അനാസക്തി എല്ലാറ്റിലും വന്നു കഴിഞ്ഞാൽ പിന്നെ സജ്ജന സംഘം, സത്തുക്കളിൽ മാത്രം സാധുഷു സംഘം, സത്സംഘം ഉണ്ടാവുക. ആദ്യം വൈരാഗ്യം വരിക, വൈരാഗ്യം വന്നു കഴിഞ്ഞിട്ടോ പിന്നെ സത്സംഘം ഉണ്ടാവുക. സംഘം ച സാധുഷു കേട്ടോ. ദയാം മൈത്രീം പ്രശ്രയം ച യഥോചിതം. അതിനുശേഷം എന്ത് ചെയ്യണം? ആ സ്വധർമാനു മനസ്സിൻ്റെയും ജീവികളിലൊക്കെ എല്ലാവരോടും കാരുണ്യം ഉണ്ടാവുക, അതുമാതിരി മൈത്രി ഉണ്ടാവുക. എങ്ങനെയാണ്? നീചയായിട്ടുള്ള ആൾക്കാരോടൊക്കെ കാരുണ്യം ഉണ്ടാവുക, താഴെയുള്ള ആൾക്കാരോടൊക്കെ ദയ ഉണ്ടാവുക, അതുമാതിരി സമപ്രായക്കാരോട് മൈത്രി ഉണ്ടാവുക, നമ്മുടെ ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാരോട് വിനയം ഉണ്ടാവുക. ഇതെല്ലാം എങ്ങനെ ഉണ്ടാവണമെന്ന് വേണ്ട രീതിയിൽ ആ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പഠിക്കുക.
ശൗചം തപഃ തിതിക്ഷാം ച മൗനം സ്വാധ്യായമാർജവം ബ്രഹ്മചര്യം അഹിംസാം ച സമത്വം ദ്വന്ദ്വസംജ്ഞയോ. എന്നിട്ടോ ആദ്യം പറഞ്ഞില്ലേ എല്ലാവരോടും മൈത്രി, അതുമാതിരി ദയ, അതുമാതിരി പ്രശ്രയം, എന്താണ് പ്രശ്രയം, അതായത് ഉയർന്നവരെ നമിക്കുക, അതുമാതിരി തൻ്റെ സമപ്രായക്കാരോട് മൈത്രി, അതുമാതിരി തന്നേക്കാൾ നീചന്മാരായിട്ടുള്ള ആൾക്കാരോടൊക്കെ ദയ. ഇത് ഉറപ്പിച്ച് വേണമല്ലോ, ആരും കാട്ടിക്കൂട്ടാനില്ല, യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടാവണം എന്ന് പറയുകയാണ്. അങ്ങനെ ഉണ്ടായതിനു ശേഷം എന്താണ് പിന്നീട് ഓരോ ഗുണങ്ങൾ ശീലിക്കേണ്ടതൊക്കെയാണ്. നല്ല ആഭ്യന്തരവും മാനസമായിട്ടുള്ള ശുദ്ധി ഉണ്ടാവണം. നല്ല ശരീരശുദ്ധിയും വേണം, മനസ്സിനും ശുദ്ധി വരണം. അത് കഴിഞ്ഞിട്ടോ തപ, അന്യർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. വളരെ ഒരു ഫലം ഇച്ഛിക്കാണ്ട് അന്യർക്ക് വേണ്ടിയിട്ട് ഓരോരോ പ്രവൃത്തികൾ ചെയ്യുക. അതാണ് തപസ് എന്ന് പറയുന്നത്. പിന്നെ തിദിക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് വരുന്ന പല സുഖങ്ങളും ദുഃഖങ്ങളും പലതായിട്ടുള്ള ദ്വന്ദ്വങ്ങളുണ്ടല്ലോ, അതിനെല്ലാം സഹിക്കാനുള്ള കഴിവ്. എങ്ങനെയാണ്? ആവലാതി കൂടാതെ സഹിക്കാനുള്ള കഴിവ്. അതാണ് തിദിക്ഷ എന്ന് പറയുക. ഈ തിദിക്ഷ പരിശ്രമിച്ചുണ്ടാക്കി തീർക്കണം. അത് കഴിഞ്ഞാലോ പിന്നെയോ മൗനം സ്വാധ്യായമാർജവം, മൗനം ഹൃദയത്തിൽ എപ്പോഴും മൗനം മെല്ലെ മെല്ലെ ശീലിച്ചുകൊണ്ടില്ല. മനനം ചെയ്യാനുള്ളതിനാണ് മൗനം എന്ന് പറയുക. ആ മനനം ചെയ്ത് കഴിഞ്ഞിട്ടോ സ്വാധ്യായം, ആ പുരാണങ്ങൾ അതുമാതിരി ഇതൊക്കെ വേണ്ട പഠിച്ച് സ്വാധ്യായം ചെയ്തിട്ട് ആ ഒരു അതിൽ ഇതുണ്ടായി തീരാ മനസ്സ്. പിന്നെയോ ആർജവം, നേരായ ഒന്നിൽ കാപട്യം ഒട്ടുമില്ലാത്ത ഭാവമാണ് ആർജവം. ബ്രഹ്മചര്യം, എപ്പോഴും മനസ്സുകൊണ്ട് ത്രിവിധ കരണങ്ങൾ കൊണ്ടും ആരും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് അഹിംസ. അതുമാതിരി ബ്രഹ്മചര്യം ഉണ്ടാവണം. സമത്വം ദ്വന്ദ്വ സംജ്ഞയോ, സുഖദുഃഖാദി നേരത്തെ പറഞ്ഞില്ലേ തിദിക്ഷ എന്ന്, അതേമാതിരി തന്നെ എല്ലാ ദുഃഖിലും സുഖം ദുഃഖം തണുപ്പ് ചൂട് ഇതിലൊക്കെ എല്ലാറ്റിലും അതുമാതിരി ഒന്നും ഇല്ലാണ്ട് എല്ലാവരിലും സമഭാവം ഉണ്ടായിത്തീരാം. എന്നിട്ടോ സർവത്ര ആത്മേശ്വരാന്വീക്ഷം കൈവല്യമനികേതം വിവിധവസനം സന്തോഷം കേനചിൽ. ആ എല്ലായിടത്തും ആ ഈശ്വരനാണ് ആത്മസ്വരൂപമായിട്ട് വസിക്കണമെന്നുള്ളത് ആ ഒരു ഭാവം ഉണ്ടല്ലോ, അതിങ്ങനെ മെല്ലെ മെല്ലെ ഉണ്ടാക്കി തീർക്കണം. ആ വർത്തിക്കുന്ന വിചാരം ഉണ്ടാക്കി തീരണം. പിന്നെയോ ഏകാന്തത്തിൽ പോയിരിക്കാനുള്ളത് ആഗ്രഹം, കൈവല്യം അനികേതം, ഏകാന്തത്തിൽ പോയിരിക്കുക. അതുമാതിരി ആ ഗൃഹാദികളിലൊക്കെ അതിൽ അനാസക്തി ഒന്നിലും സക്തി ഇല്ലാത്ത അവസ്ഥ വരിക. എന്താ കിട്ടിയത് വെച്ചാൽ ചില മുഷിഞ്ഞ വസ്ത്രമായാലും വിരോധമില്ല, ഒരു മുണ്ടിൻ്റെ വശത്തിൻ്റെ മുറി മതി, മരവിരി ആയാലും എന്താ കിട്ടിയത് വെച്ചാൽ സന്തോഷം ഏനജിൽ ഭക്ഷണത്തിലും അതെ, എന്താ കിട്ടിയത് വെച്ചാൽ അതുകൊണ്ട് സന്തോഷിക്കുക. ഭക്ഷണം, ധനം, അതുമാതിരി സൗകര്യങ്ങൾ ഇതെല്ലാം കിട്ടിയതുകൊണ്ട് സന്തോഷിക്കുക. അതാണ്. പിന്നെയോ ശ്രദ്ധാം ഭാഗവതേ ശാസ്ത്രേ അനിന്ദം അന്യത്ര ചാവിഹി മനോവാക്കർമ്മദണ്ഡം ച സത്യം ശമദവാവപി. ആ ശ്രദ്ധാം ഭാഗവതേ ശാസ്ത്രേ, ആ ഭഗവാന്റെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ശാസ്ത്രങ്ങളുണ്ടല്ലോ, അതിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ശാസ്ത്രങ്ങൾ അതിലൊക്കെ അതിശ്രദ്ധ വേണമെന്ന് പറയുകയാണ്. നല്ല വളരെ അത് മനസ്സിലാക്കാനുള്ള ആഗ്രഹത്തോടുള്ള ഇതിനാണ് ശ്രദ്ധ എന്ന് പറയുക. പിന്നെയോ അനിന്ദാം അന്യത്ര ചാവിഹിന്ന, മറ്റുള്ള ശാസ്ത്രങ്ങളെ ഒന്നും നിഷേധിക്കാനോ ഒന്നും പാടില്ല, അതിലൊന്നും അതിന് ഒന്നിനും നിന്ദിക്കൊന്നും വേണ്ടെന്നാണ്. അങ്ങനത്തെ അവസ്ഥ വരണം. മനോവാക്കർമ്മദണ്ഡം ച സത്യം ശമത, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും എന്ത് ചെയ്യണം? ആരെയൊന്നും ഉപദ്രവിക്കാണ്ട് അതിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ടൊക്കെ തൻ്റെ അധീനത്തിലാക്കാൻ കഴിയുക. എപ്പോഴും സത്യം മാത്രം പറയുക. അന്ധക്കരണം, ബാക്കി ഇന്ദ്രിയങ്ങൾ, ഇതിൻ്റെയൊക്കെ നിഗ്രഹം, അതാണ് ശമം ദമം എന്ന് പറയുക. അതൊക്കെ മെല്ലെ മെല്ലെ ശീലിക്കുക. ഇങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭക്തി മെല്ലെ ഇങ്ങനെ വളർത്താൻ തുടങ്ങണം. ഈ ആദ്യമായുള്ള യമനിയമാദികളൊക്കെ ശീലിച്ചു കഴിഞ്ഞു വെച്ചാൽ പിന്നെ ആ ഭഗവാനെ ഭജിക്കാനുള്ള പല മാർഗങ്ങളിൽ അതുകൂടി ഭഗവാനെ ഭജിക്കാൻ കഴിയണം. ശ്രവണം, കീർത്തനം, ധ്യാനം, ഹരേരത്ഭുതകർമ്മണ ജന്മകർമ്മ ഗുണാനാം ച തദർത്ഥേകിലചേഷ്ടിതം. ഭഗവാന്റെ കഥകൾ അങ്ങനെ കേൾക്കുക, അതങ്ങനെ കീർത്തിക്കുക, എപ്പോഴും ഭഗവാന്റെ രൂപങ്ങൾ അങ്ങനെ ധ്യാനിക്കുക, ഭഗവാന്റെ ജന്മങ്ങളും കർമ്മങ്ങളുമായിട്ടുള്ള നാമങ്ങൾ അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. തൻ്റെ പ്രവൃത്തികൾ മുഴുവൻ തദർത്ഥേകിലചേഷ്ടിതം, എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നതെല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. ഇഷ്ടം ദത്തം തപോജപ്രം വൃത്തം യച്ചാത്മനപ്രിയം ധാരൻ സുതൻ ഗൃഹൻ പ്രാണൻ യൽ പരസ്മൈ നിവേദനം. ഇങ്ങനെ അതിനുശേഷം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ എന്തെങ്കിലും യജ്ഞങ്ങൾ ചെയ്യും, യജ്ഞങ്ങളാവും, ധാരാളം ദാനങ്ങൾ ചെയ്തു എന്ന് വരാം. അതുമാതിരി നാമജപം, അതുമാതിരി തപസ്, സത്തുക്കൾ പൂർത്തം, അതായത് സദാചാരങ്ങളായിട്ട് ഇതിൽ ഓരോ പ്രവൃത്തികളൊക്കെ ചെയ്യേണ്ടാവില്ലേ, അതുമാതിരി നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ വസ്തുക്കളും
സമ്പാദ്യങ്ങളെ, പത്നി, പുത്രന്മാരെ, ഗൃഹങ്ങളെ, പ്രാണങ്ങളെ ഇതെല്ലാം ഈശ്വരൻ്റെ ആണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഈശ്വരാർപ്പണമായിട്ട് കരുതതൊന്നും എൻ്റെ ഇല്ല, അതൊക്കെ ഭഗവാന്റെ ആണെന്നുള്ള ആ ഭാവത്തിലേക്ക് പരസ്മൈ നിവേദനം അങ്ങനെ എല്ലാം ഭഗവാൻ അർപ്പിക്കുക. ഏവം കൃഷ്ണാത്മനാഥേഷു മനുഷ്യേഷു ച സൗഹൃദം പരിയല്യാഞ്ചോഭയത്ര മഹൽസു നൃഷു സാധുഷു. ഇങ്ങനെ ആത്മനാഥനായിട്ടുള്ള ആ കൃഷ്ണനെ അതിലെ സേവിക്കുന്ന മനുഷ്യർ എല്ലാവരും ഇങ്ങനെ മറ്റുള്ള ഭക്തന്മാർ ഇതേമാതിരി ചെയ്യുന്ന അവരെല്ലാവരോടും സൗഹാർദ്ദം ഉണ്ടാവുക. അതുമാതിരി ഇളകുന്നതും ഇളകാത്തതുമായിട്ട് പ്രപഞ്ചത്തിൽ എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതെല്ലാം ഈശ്വരനാണെന്ന് ഭാവിച്ചുകൊണ്ട് അതിനൊക്കെ സേവിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക. മനുഷ്യരിലും അതിൽ വിശിഷ്യ തൻ്റെ ധർമ്മം സ്വധർമ്മം തൻ്റെ സ്വധർമ്മം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരിലും അതിലും വെച്ച് ഏറ്റവും അധികം പരമഭക്തന്മാരിലും ശുശ്രൂഷ ചെയ്യുക. ഇങ്ങനെ ഈ ഓരോ രീതികളും ചെയ്ത് അങ്ങനെ നൃഷു സാധുഷു മഹൽസു ആദ്യം ജീവികളിലെല്ലാം വേണം. അത് കഴിഞ്ഞ് അതിൽ മഹാന്മാരായിട്ട് ആൾക്കാരിലായിട്ടുള്ള മനുഷ്യന്മാരിൽ വെച്ച് സാധുക്കളായിട്ടുള്ള ആൾക്കാരില്ല അങ്ങനെ പടിപടിയായിട്ട് വരുന്നതുകൊണ്ട് എല്ലാവരെയും സേവിക്കാൻ കഴിയുന്ന എല്ലാം ഭഗവാൻ ഭാവങ്ങളാണെന്ന് കണ്ടുകൊണ്ട് എന്നിട്ടോ ആ സത്തുക്കളായിട്ട് സേവ ചെയ്യുമ്പോൾ എന്താവും പരസ്പരാനുഗതനം പാവനം ഭഗവൽ യശ മിഥോരതിർ മിതസ്തുഷ്ടി നിർവൃത്തിർ മിത ആത്മന. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പാവനങ്ങളായിട്ടുള്ള ഭഗവാന്റെ യശസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മാത്രമാണ് ആ ആഗ്രഹം ഉണ്ടാവുക, അതിൽ മാത്രമാണ് സന്തോഷം ഉണ്ടാവുക. അതുകൊണ്ടാണ് മനസ്സിൽ നിവൃത്തി ഉണ്ടാവുക എന്നുള്ള ഒരു ഭാവത്തിലേക്ക് എത്തും. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാലോ സ്മരയന്തശ്ച മിഥോഘൗഗഹരം ഹരിം ഭക്ത്യാ സഞ്ജാതയാ ഭക്ത്യാ ബിഭ്രത്യുൽപുളകം തനും. ഇങ്ങനെ ഈ സജ്ജനങ്ങളുടെ സംഗമ സമയത്ത് എല്ലപ്പോഴും എങ്ങനെയുണ്ട് ഭഗവാന്റെ കഥകൾ അങ്ങനെ സ്മരിക്കുക, അതുമാതിരി മറ്റുള്ളവരെ അത് ഓർമ്മിപ്പിക്കുക. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന സമയത്താണ് എന്താണ് അഘൗഗഹരം ഹരിം. എല്ലപ്പോഴും എങ്ങനെയാണ് എല്ലാ പാപങ്ങളുടെ കൂട്ടങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നവനാണ് ഹരി. ആ ഹരിയുടെ കഥകൾ അങ്ങനെ സ്മരിക്കുക, അല്ലെങ്കിൽ ഹരിയെ സ്മരിപ്പിക്കുക. ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഉണ്ടല്ലോ ഭക്തി എങ്ങനെ മെല്ലെ മെല്ലെ വളർന്നു വരും. ആ ഭക്തി കൊണ്ട് എന്താവും ഇതിന് പരാഭക്തി അല്ലെങ്കിൽ നൈഷ്ഠിക ഭക്തി, നിഷ്ഠയിലുള്ള ഭക്തി എന്ന് പറയാം. ഇങ്ങനെയുള്ള ഭക്തി കൊണ്ട് എന്തുണ്ടാവും ഭക്തിയാ സഞ്ജാതയാ ഭക്തിയാ വിപ്രത്യുൽപുളകം തനും. ഇങ്ങനെയുള്ള ഭക്തി കൊണ്ട് എന്താ ഉണ്ടാവുക പരാഭക്തി എന്നുള്ളത്. ആ പരാഭക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ അത് പ്രേമീ ഭക്തി എന്നൊക്കെ പറയാം. പരാഭക്തി എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ അങ്ങേയറ്റത്തെ അവസ്ഥയാണ്. അതിലെത്തിക്കഴിഞ്ഞു വെച്ചാൽ പിന്നെ ഈ ലൗകികമായിട്ടുള്ള വിഷയങ്ങളൊന്നിലുമില്ല. ഭഗവാന്റെ ആ പേരൊന്ന് കേൾക്കുക, ഭഗവാനെ ഒന്ന് സ്മരിക്കുക, എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേക്ക് പെട്ടെന്ന് മനസ്സ് ഭഗവാനിൽ അങ്ങോട്ട് എത്തിച്ചേരും. അങ്ങനത്തെ അവസ്ഥയാണ് പരാഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗോപികമാർക്കൊക്കെ അത് ഉണ്ടായിട്ടുള്ളൂ. ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഉൾപ്പുളകം തനും എപ്പോഴും രോമാഞ്ചം കൊണ്ടുകൊണ്ട് ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് അതിന് കഴിയും. എന്നിട്ടോ കൊജിൽ രുദന്തി അച്യുത ചിന്തയാ കൊജിൽ ഹസന്തി നന്ദന്തി വദന്തി അലൗകിക നൃത്യന്തി ഗായന്തി അനുശീലയന്ത്യജം ഭവന്തി തൂഷ്ണിം പരമേത്യ നിർവൃത. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എന്താണ്ടാവും ചില സമയത്ത് ഇങ്ങനെ അച്യുത ചിന്തയാ രുദന്തി ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള ആ ചിന്ത ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചിലപ്പോൾ കരയും, ചിലപ്പോൾ അങ്ങനെ ചിരിക്കും, ചിലപ്പോൾ അങ്ങനെ സന്തോഷിക്കും. പിന്നെ ചില ഘട്ടങ്ങളിലുണ്ടല്ലോ ആർക്കും മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഭഗവാനെ പറ്റി ഓരോ വാക്കുകൾ പറഞ്ഞ് അങ്ങനെ പറയുക, പാടുക, നൃത്തം ചെയ്യുക, അങ്ങനെ നൃത്തം ചെയ്യുന്നവർക്കും ഇടയ്ക്ക് ഭഗവാന്റെ ലീലകളെ സ്വയം അനുകരിച്ചുകൊണ്ട് അങ്ങനെ ഇതൊക്കെ നമ്മുടെ ഗോപികമാരുടെയും അവരെയൊക്കെ കഥകളിൽ നമ്മളിതൊക്കെ കണ്ടതാണ്. അത് തന്നെയാണ് ഇവിടെ ഭഗവാൻ സൂചിപ്പിക്കുന്നത്. ആ പരാഭക്തി എത്തിയുള്ള അവസ്ഥയാണത്. ഇടയ്ക്കുണ്ടല്ലോ പരാൽപരനായിട്ടുള്ള ഭഗവാനിൽ തന്നെ മനസ്സങ്ങനെ ലയിച്ചിട്ട് ആനന്ദം കൊണ്ട് നിശബ്ദരായിട്ട് എന്ത് ചെയ്യും, എന്താണ് തൂഷ്ണിയും ഭവന്തി തൂഷ്ണി ഒന്നും മിണ്ടാണ്ട് അങ്ങനെ ഇരിക്കും ചില സമയത്ത് നിർവൃതന്മാരായിട്ട്. ഇങ്ങനെയുള്ള ആ പരാഭക്തിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ഇതി ഭാഗവതൻ ധർമ്മൻ ശിക്ഷൻ ഭക്തിയാ തദുദ്ധയ നാരായണ പരോമായം അഞ്ജസ്തരതി ദുസ്തരാം. ഇങ്ങനെ ഭാഗവധർമ്മങ്ങളെ അനുഷ്ഠിച്ചിട്ട് അതുകൊണ്ടുണ്ടാവുന്ന നിഷ്ഠാഭക്തി, ആ ഭക്തി കൊണ്ട് പരാഭക്തിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാലോ നാരായണപരനായി കഴിഞ്ഞാലോ പിന്നെ ഈ ഭഗവാന്റെ മായ പിന്നെ നമ്മളെ ബാധിക്കില്ല. നിഷ്പ്രയാസം നമ്മൾ അതിനെ തരണം ചെയ്യുന്നതാണ്. ഇതാണ് മായ കിടക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞു പ്രബുദ്ധൻ. അപ്പോഴാണ് രാജോവാച നാരായണാഭിധാനസ്യ ബ്രഹ്മണ പരമാത്മന നിഷ്ഠാമർഹത നോ വക്തും യുയം ഹി ബ്രഹ്മവിത്തമ.
ഈ ബ്രഹ്മവിത്തുക്കളന്മാരിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള മഹർഷിമാരെ, നിങ്ങൾ ഈ ഭവാന്മാരെ എനിക്കൊരു കാര്യം പറഞ്ഞുതരാം. ആരാണ് ഈ പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള അല്ലെങ്കിൽ പരബ്രഹ്മത്തിന് നിർഗുണ ബ്രഹ്മമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സഗുണരൂപമായിട്ടുള്ള ആ നാരായണൻ എന്ന പേരുള്ളതുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ നിഷ്ഠ അതെ എങ്ങനെയാണ് അദ്ദേഹത്തിനെ സങ്കല്പിക്കേണ്ടത്, എന്താണ് അദ്ദേഹത്തിൻ്റെ തത്വം, അത് പറഞ്ഞു തരണമെന്നാണ് രാജാവ് ചോദിക്കുന്നത്. പിപ്പലായന ഉവാച സ്ഥിത്യുത്ഭവ പ്രളയഹേതുരഹേതുരസ്യ യൽ സ്വപ്നജാഗര സുഷുപ്തിഷു സദ്ബഹിശ്ച ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തിയേന സഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്ര. ഈ നാരായണൻ എന്ന് പറയുന്ന ആരാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രൂപം എങ്ങനെയാണെന്നാണല്ലോ ചോദിച്ചത്. അതിന് പിപ്പലായനാണ് ഉത്തരം പറയണത്. എന്താണ്? സ്ഥിത്യുത്ഭവ പ്രളയഹേതു, ഈ കാണുന്ന എല്ലാ വസ്തുക്കളുടെയും ഉണ്ടാവല്, സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇതിനെല്ലാം കാരണം ആരാണ്? അഹേതു, അദ്ദേഹം തന്നെ. തനിക്ക് സ്വയം അഹേതുവാണ്, അതായത് അദ്ദേഹത്തിന് കാരണനാണ്, അദ്ദേഹത്തിന് കാരണമല്ല, അദ്ദേഹത്തിന് അഹേതുവാണ്. അങ്ങനെ പിന്നെയോ അങ്ങനെയുള്ള അതാണ് നാരായണൻ എന്ന് പറയുന്നത്. പിന്നെയോ യൽ സ്വപ്ന ജാഗര സുഷുപ്തിഷു തൽ സത് ബഹിശ്ച, അതുമാതിരി ഈ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്തും ഉറങ്ങണ സമയത്തും സ്വപ്നം കാണുന്ന സമയത്തൊക്കെ സാക്ഷിയായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. സത് ബഹിശ്ച, അല്ലാത്ത സമയത്ത് ഇതിന് സമാധിഭാവത്തിലിരിക്കുന്ന സമയത്ത് അപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് ആരാണ്? എല്ലാപ്പോഴും കൂടെ ഉള്ളത് നാരായണൻ തന്നെയാണ്. പിന്നെയോ ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തിയേന സഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്ര. അതുമാതിരി ഈ ഓരോ ജീവൻ്റെയും ഈ ശരീരത്തിന് അതിൻ്റെ ഉള്ളിലുള്ള ഇന്ദ്രിയങ്ങളെ, അതിനുള്ള മനസ്സ്, ഇതിനെയൊക്കെ ആരാണ് പ്രവർത്തിപ്പിക്കുന്നത്? ആ തത്വം തന്നെയാണ് നാരായണൻ. നൈതൻ മനോവിശതി വാഗുത ചക്ഷുരാത്മാ പ്രാണേന്ദ്രിയാണി യഥാനലമർച്ചിഷസ്വ ശബ്ദോ വിബോധക നിഷേധതയാത്മമൂലമർത്ഥോക്തമാക യതൃതേ നിഷേധ സിദ്ധി. ഈ എങ്ങനെ എന്താണ്? നൈതന്മനോ, ഈ ഭഗവാനിൽ നിന്നാണ്, ഈ ബ്രഹ്മത്തിൽ നിന്നാണ്, ഈ നാരായണനിൽ നിന്നാണ് വാക്കും അതുമാതിരി മനസ്സും എല്ലാം, കണ്ണുകളെ ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം ഉണ്ടായിരിക്കുന്ന അദ്ദേഹത്തിനാണ്. പക്ഷേ പ്രാണേന്ദ്രിയങ്ങൾ പ്രാണനൊക്കെ ഉണ്ടായിരിക്കുന്നത്. എന്നാലോ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ പ്രകാശിപ്പിക്കാൻ ഇത് ഈ ഇന്ദ്രിയങ്ങൾക്കോ അല്ലെങ്കിൽ വാക്കുകളെ കൊണ്ടോ മനസ്സുകളെ കൊണ്ടോ ഒന്നിനും അതിനെ ഈ പരമാത്മ തത്വത്തെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. ഏതുമാതിരി യഥാനലമർച്ചിഷസ്വ, അഗ്നിയിൽ നിന്നുണ്ടാവുന്ന തീപ്പൊരികൾക്ക് അഗ്നിയെ പ്രകാശിപ്പിക്കാൻ കഴിയില്ലല്ലോ, അതുമാതിരിയാണെന്ന് പറയുകയാണ്. അതോ ശബ്ദോപി ബോധക നിഷേധയത ആത്മമൂലമർത്ഥോക്തമാ എതിർതേ നിഷേധ സിദ്ധി. ശബ്ദോപി, ശബ്ദം എന്ന് പറഞ്ഞാൽ വേദങ്ങളാണ്. ഈ വേദങ്ങളും കൂടിയിട്ട് നമ്മൾ ശ്രുതിഗീതയിലൊക്കെ കണ്ടു യഥാർത്ഥത്തിലുള്ള രൂപം എന്താണെന്ന് അവർക്ക് ബോധിപ്പിക്കാൻ കഴിയില്ല. അപ്പം എന്താണ്? ആ ബ്രഹ്മമല്ലാത്ത വസ്തുക്കളെ നിഷേധയത ആത്മമൂലം, നിഷേധിച്ച് ബാക്കി എന്ത് ശേഷിക്കണോ അതാണ് ആ തത്വം എന്ന് പറയുകയാണ് ചെയ്യുക. പക്ഷെ എങ്ങനെയാണ് ഈ നിഷേധം ഒരു വസ്തുവിനെ നിഷേധിക്കണം വെച്ചാൽ വേറൊരു വസ്തു അവിടെ ഉണ്ടാവണം, എന്നാലേ നിഷേധിക്കാൻ പറ്റൂ. അപ്പം അങ്ങനെ നിഷേധിച്ച് അവസാനം എത്തിച്ചേരുന്നത് എന്താണ് സിദ്ധിക്കുന്നത്? അതുതന്നെയാണ് ആ നാരായണൻ എന്നുള്ള തത്വം. സത്വം രജസ്തമൈരി ത്രിവൃതേകമാദൗ സൂത്രം മഹാനഹമിരി പ്രവദന്തി ജീവം ജ്ഞാനക്രിയാർത്ഥ ഫലരൂപതയോരുശക്തി ബ്രഹ്മൈവ ഭാതി സദസച്ചതയോ പരം യൽ. ആ സത്തായിട്ട് അതുമാതിരി അസത്തായിട്ട് എന്തെല്ലാം പ്രപഞ്ചത്തിലുണ്ടോ ആ ഭാവത്തിലെല്ലാം അനന്തശക്തിയോട് കൂടിയിട്ടുള്ള ഈ ബ്രഹ്മം തന്നെയാണ് പ്രകാശിക്കുന്നത്. ആദിയിൽ യാതൊരു അദ്വിതീയ ബ്രഹ്മമാണ് ഉണ്ടായിട്ടത്. അതിനെ തന്നെയാണ് പിന്നീട് ഈ മായയിൽ വന്നപ്പോൾ, ത്രിഗുണാത്മികമായിട്ടുള്ള മായയിൽ വന്നപ്പോൾ സത്വം രജസ് തമസ് എന്ന് പറഞ്ഞ മൂന്നും കൂടി ചേർന്നുള്ള പ്രധാനം എന്നുള്ള പേരിൽ പറയാൻ തുടങ്ങിയത്. പിന്നെന്തുണ്ടായി? ആ പ്രധാനം തന്നെ ക്രിയാശക്തി കൊണ്ട് സൂത്രാത്മാവ് എന്നുള്ള പേരിൽ, ജ്ഞാനശക്തി കൊണ്ട് മഹത്വത്വം എന്നുള്ള പേരിൽ, അതേമാതിരി തന്നെ ജീവോപാധികളായിട്ടുള്ള അഹങ്കാരം എന്നുള്ള പേരിൽ ഇങ്ങനെ പേരിലൊക്കെ പറയാൻ തുടങ്ങി. അപ്രകാരം തന്നെ ഈ ഓരോ അഹങ്കാരങ്ങളിൽ നിന്ന് ദേവതകളായിട്ട്, അതുമാതിരി മനസ്സായിട്ട്, ഇന്ദ്രിയങ്ങളായിട്ട്, വിഷയങ്ങളായിട്ട്, സുഖദുഃഖാദിക്കെല്ലാം കാരണമായിട്ടുള്ള ഈ ഇതിലുണ്ടല്ലോ, ഇതെല്ലാം ആ പരമകാരുണികമായിട്ടുള്ള പരം തത്വത്തിൽ നിന്നാണ് ഉണ്ടായത്. മനസ്സിലാക്കിയാൽ മതി. നാത്മാജാന നമരിഷ്യതി നൈതദേശൗ നക്ഷീയതേ സവനവിദ്യവിചാരിണം ഹി സർവത്ര ശശ്വതന വായുബലഭ്രി മാത്രം പ്രാണോ യതേന്ദ്രിയബലേന വികൽപ്പിതം സത്. അതായത് നേരത്തെ പറഞ്ഞില്ലേ ആ നിഷേധം കൊണ്ട് എങ്ങനെ പ്രാപിക്കുക എന്നുള്ളതാണ്. അതായത് ഈ ആത്മാ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആത്മാ ജജാന, ഈ ആത്മാവ് എന്നുള്ളത് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ അജനാണ്, ജനിച്ചിട്ടേ ഇല്ല എന്നാണ്. എന്നാൽ മരിഷ്യതി, ഇത് മരിക്കൂല, ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിന് മരണമില്ലല്ലോ. പിന്നെയോ
നൈതദേശൗ അത് വർദ്ധിക്കണില്ല, അതിന് ക്ഷയോ നാശോ ഒന്നും ഭവിക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ മാറി മാറി വരുന്ന ഈ ബാല്യം, യൗവനം, അതുമായി വാർദ്ധക്യം എന്നൊക്കെ ശരീരം വരുന്നുണ്ടല്ലോ, ഇതെല്ലാം ഈ ശരീരത്തിനാണ്, ആത്മാവിനൊന്നും ബാധകമല്ലാതെ എന്ന് പറയേണ്ടത്. അതിനെല്ലാം സാക്ഷിയായിട്ട് ആത്മാവ് വർത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സർവത്ര ശശ്വൽ അനവായു ഉപലബ്ധി മാത്രം, സർവത എല്ലാ സമയത്തും എല്ലാ ദിക്കിലും ആത്മാവ് നിത്യജ്ഞാനസ്വരൂപമായിട്ടാണ് അങ്ങനെ വസിക്കുന്നത്. ആ ജ്ഞാനം തന്നെയാണ് ഈ ഇന്ദ്രിയങ്ങളുടെ വൃത്തികൾക്കനുസരിച്ച് പ്രാണനായിട്ടും ഇന്ദ്രിയത്തിൻ്റെ ബലമായിട്ടും അങ്ങനെ പലതായിട്ട് പോകുന്നേ ഉള്ളൂ. എന്നാൽ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം ഒന്നേ ഉള്ളൂ, അതാണ് ആത്മാവ്. അണ്ഡേഷു പേശിഷു തരുഷു അവിനിശ്ചിതേഷു പ്രാണോ ഹി ജീവം വദാവതി തത്ര തത്ര സന്നേന്ദ്രിയഗണേഹമിജ പ്രസുപ്തേ കൂടസ്ഥ ആശയമൃതേ തദനുസ്മൃതിർന്നാ. 4 തരത്തിലുള്ള ജന്മത്തിൻ്റെ ജീവികളുണ്ടെന്ന് പറയുക. അണ്ഡേഷു പേശിഷു തരുഷു അവിനിശ്ചിതേഷു. അണ്ഡേഷു എന്ന് പറഞ്ഞാൽ അണ്ടജങ്ങൾ, മുട്ട പൊട്ടിയിട്ടുണ്ടാവുന്ന ജന്തുക്കൾക്കാണ് അണ്ടജങ്ങൾ എന്ന് പറയുക. പേശിഷു എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ ജരാജയങ്ങൾ ഗർഭപാത്രത്തിൽ ഇതിൽ പേശിയുടെ കൂടെ ഉണ്ടായിട്ടുള്ള അതിനാണ് പേശിഷു. തരുഷു അതായത് വൃക്ഷങ്ങൾ, ഇതിലെ ദ്രുമങ്ങൾ അതായിട്ടുള്ളത്. പിന്നെ അവിനിശ്ചിതേഷു ഇതല്ലാത്ത മാതിരി സ്വേദജങ്ങൾ എന്ന് പറയും, അതായത് മനുഷ്യൻ്റെ വേർക്കുന്ന അല്ലെങ്കിൽ തന്നെ ഇതിൽ പാരസൈറ്റ്സ്, പേന, അങ്ങനത്തെ അല്ലെങ്കിൽ ഇങ്ങനെ ഈ തരത്തിലുള്ള 4 സൃഷ്ടികളാണുള്ളത്. ഈ ഓരോ സൃഷ്ടികളിലും ഉച്ചനീച്ചുള്ള ഓരോ സൃഷ്ടികളും പ്രാണനായിട്ട്, പ്രാണോഹി ജീവം ഉപധാവതി തത്ര തത്ര, ഈ പ്രാണനായിട്ട് ആ ഓരോ ജീവജാലങ്ങളിൽ ജീവനായിട്ട് അവിടെയൊക്കെ ഉണ്ടാവുന്നത് ആരാണ്? ഈ ആത്മാവ് തന്നെയാണ്. പിന്നെയോ ഈ ഇന്ദ്രിയങ്ങളും അന്ധക്കരണവും ഇതെല്ലാം എപ്പോൾ ഉറങ്ങി സുഷുപ്തിയിലിരിക്കണോ ആ സമയത്തും നിർവികാരനായിട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് കൂടസ്ഥ ആശയമതേ തദനുസ്മൃതി എന്നാ ഓർമ്മയിൽ നിൽക്കുന്ന ആരാണ്? അതും ഈ ആത്മാവ് തന്നെയാണ്. യഹി അബ്ജലാപ ചരണേഷണയോ ഒരു ഭക്തിയ ചേതോമലാനി വിധമേൽ ഗുണകർമ്മജാനി തസ്മിൻ വിശുദ്ധ ഉപലഭ്യതാത്മതത്വം സാക്ഷായതാമലദൃശോ സവിതൃപ്രകാശ. എന്നാൽ എന്താണ് നമുക്കിതൊന്നും മനസ്സിലാകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? മനസ്സ് ശുദ്ധമായി തീർന്നാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം ഉണ്ടാവൂ. അതിനെന്താ വേണ്ടത്? യഹി അബ്ജനാഭചരണ ഈഷണയോ ഒരു ഭക്തിയ, ആ ശ്രീപത്മനാഭൻ്റെ ചരണങ്ങളിലുള്ള യാതൊരു ഇതിൽ കാപട്യമില്ലാത്ത ഭക്തി, അങ്ങനെ അഭിരുചി അങ്ങനെ വർദ്ധിച്ച് വന്നിട്ടുണ്ടാവില്ല. ആ ഭക്തി ഉണ്ടല്ലോ, അപ്പം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയൊക്കെ ചെയ്യുന്ന കൊണ്ടുണ്ടാകുന്ന മനസ്സിലെ മാലിന്യങ്ങൾ എല്ലാം നിശേഷം നശിപ്പിക്കാൻ കഴിയും. അങ്ങനെ ആ വിശുദ്ധമായി തീർന്നുള്ള ആ ഹൃദയത്തിൽ ഏതുമാതിരി ഈ ദിവ്യ ഔഷധ പ്രയോഗം കൊണ്ട് കണ്ണിലെ തിമിരം മാറില്ലേ? ശുദ്ധമായി തീർന്ന കണ്ണുകൾക്ക് അപ്പോൾ സൂര്യപ്രകാശം എപ്രകാരം വ്യക്തമായിട്ട് കാണാൻ കഴിയും. അതുമാതിരി ശുദ്ധമായിട്ടുള്ള മനസ്സിലുണ്ടല്ലോ ആ ആത്മപ്രകാശം, ആത്മതത്വം എന്നുള്ളത് യാതൊരു തടസ്സവും ഇല്ലാണ്ട് അങ്ങനെ പ്രകാശിക്കാനും കഴിയും. അങ്ങനെയാണ് നാരായണ തത്വം അല്ലെങ്കിൽ ബ്രഹ്മതത്വം മനസ്സിലാക്കുക എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. നമ്മുടെ പിപ്പലായനൻ എന്നുള്ള നവയോഗി. അപ്പോഴാണ് രാജാവ് വീണ്ടും ചോദിക്കുക, രാജോവാച കർമ്മയോഗം വദതന പുരുഷോ യേന സംസ്കൃത വിധൂയേഹാശു കർമാണി നൈഷ്കർമ്മ്യം വിന്ദതേ പരം ഏവം പ്രശ്നമൃഷീൻ പൂർവം അപൃച്ഛം പിതുരന്തിഹേ നാബ്രുവൻ ബ്രഹ്മണപുത്രാ തത്ര കാരണമുച്യതാം. നിമിചക്രവർത്തി ചോദിക്കുകയാണ്, നോക്കൂ എങ്ങനെയാണ് ഈ കർമ്മയോഗം ഒന്ന് പറഞ്ഞു തരണം. കർമ്മയോഗം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ ആ നൈഷ്കർമ്മ്യം എന്നത്തിലെ പദത്തിലേക്ക് എത്തുമല്ലോ, എന്നിട്ട് ജ്ഞാനത്തിലേക്ക് അതിലേക്ക് എല്ലാം വിധൂയേഹാശു കർമാണി, കർമ്മങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് അവസാനം ജ്ഞാനഭാവത്തിലേക്ക് എത്താൻ കഴിയുന്നതായിട്ടുള്ള ആ കർമ്മയോഗം പറഞ്ഞു തരണം എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത് പണ്ട് ഏവം എൻ്റെ അച്ഛൻ്റെ അതിലെ പ്രശ്നം ഋഷീൻ പൂർവ്വം അവൃച്ഛം ഇതൊരു അന്തിക, പണ്ട് ഞാൻ അച്ഛൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഈ ചോദ്യം സനകാദികളോട് ഞാൻ ചോദിക്കേണ്ടായി എന്നാണ്. ആ സമയത്ത് അവരാരും ഒന്നും പറഞ്ഞില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പറയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. എനിക്കിത് പറഞ്ഞു തരാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്നുള്ളത്. ആവിർഹോത്ര ഉവാച കർമാകർമ്മ വികർമ്മേതി വേദവാദോ ന ലൗകിക വേദസ്യേശ്വരാത്മത്വാൽ തത്ര മുഹ്യന്തി സൂരയാ. ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ആവിർഹോത്രൻ എന്നുള്ള നവയോഗിയാണ്. യോഗികളിൽ ആവിർഹോത്രനാണ് പറഞ്ഞത്. എന്താണ് കർമ്മം, അകർമ്മം, വികർമ്മം, ഇങ്ങനെ 3 തരത്തിൽ കർമ്മത്തിനെ പറ്റി പറയാറുണ്ട്. അത് വേദങ്ങളിൽ പറയണതാണ്, വെറും ലൗകികമായിട്ടുള്ള തത്വമല്ല എന്ന് പറയുകയാണ്. ഈശ്വരാത്മത്വാൽ തത്ര മുഹ്യന്തി സൂരയ. ഈ വേദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൗരുഷേയങ്ങളാണെന്ന് പറയും. ഈശ്വരനിൽ നിന്ന് ഉണ്ടായിട്ടുള്ള വാക്കുകളാണ്, അത് ആരും ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് അതിൻ്റെ തത്ര മുഹ്യന്തി സൂരയ, അതിൻ്റെ യഥാർത്ഥ തത്വം എന്താണെന്ന്
പണ്ഡിതന്മാർ കൂടി അറിയില്ല. മുഹ്യന്തി യൽ സൂരയാന്ന് ആദ്യത്തിലെ ഭാഗവത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട് ആ മഹത്തായിട്ടുള്ള തത്വത്തിനെ പറ്റിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് സനകാദികൾ ഒരു പക്ഷേ അങ്ങോട്ട് ഈ ചോദ്യത്തിന് ഉത്തരം പറയാതിരുന്നത്. കാരണം അടുത്ത ശ്ലോകത്തിൽ പറയും പരോക്ഷവാദോ വേദോയം ബാലാനാമനുശാസനം കർമ്മമോക്ഷായ കർമാണി വിധത്തേ ഹ്യഗതം യഥാ. ഈ വേദങ്ങളുടെ തത്വങ്ങൾ ഇതില്ലേ അതൊക്കെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പരോക്ഷമായിട്ടാണ്. യഥാർത്ഥത്തിൽ നേരിട്ട് തത്വങ്ങളോ ഒന്നും പറയില്ല. അത് പരോക്ഷവാദമായിട്ടാണ് വേദങ്ങളൊക്കെ പറയുക. ബാലാനാം അനുശാസനം, അതായത് യഥാർത്ഥ ബാലാൻ എന്ന് പറഞ്ഞ ഇവിടെ ബാലിശന്മാരായിട്ടുള്ള അറിവില്ലാത്ത ആൾക്കാർക്ക് അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേദങ്ങൾ ഈ പരോക്ഷവാദമായിട്ട് പറയണം. ഏത് മാതിരി വെച്ച് കഴിഞ്ഞാൽ കർമ്മമോക്ഷായ കർമാണി വിധത്തേ ഹ്യഗതം യഥാർത്ഥത്തിൽ പ്രവൃത്തികൾ വേദം പറയുന്ന പ്രവൃത്തികൾ എന്തിനു വേണ്ടിയിട്ടാണ്? കർമ്മത്തിൽ നിന്ന് മെല്ലെ മെല്ലെ വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, കർമ്മമോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അത് ഒരു മരുന്നാണ്. ഹ്യഗതം യഥാ. അതുകൊണ്ട് അതൊരു മരുന്ന് കൊടുക്കുമ്പോണ്ടല്ലോ കുട്ടികൾക്ക് എന്ത് ചെയ്യും? ഒരു ശർക്കരപ്പൊട്ട് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞ് അവർ സന്തോഷിപ്പിക്കും. ആദ്യം ഈ മരുന്ന് കഴിച്ചു വെച്ചാൽ മധുരം തരാമെന്ന് പറഞ്ഞാൽ അതിനാണ് അർത്ഥവാദം എന്ന് പറയുക വേദങ്ങളിൽ. അതായത് ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഇന്ന ഫലം കിട്ടുമെന്ന് പറഞ്ഞ് നമ്മളെ ഭ്രമിപ്പിച്ചിട്ട് ആ ഫലം കിട്ടാൻ വേണ്ടിയെങ്കിലും നമ്മൾ കർമ്മം ചെയ്യും. പക്ഷേ കർമ്മം ചെയ്യുന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്തിനു വേണ്ടിയിട്ടാണ്? കർമ്മത്തിന് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട്, മനസ്സ് ശുദ്ധാക്കാൻ വേണ്ടിയിട്ടാണ്. നാചരേൽ യസ്തു വേദോക്തം സ്വയം അജ്ഞോ ജിരേന്ദ്രിയ വികർമ്മണ ഹ്യധർമ്മേണ മൃത്യോർമൃത്യുപൈരസാ. ഇതൊന്നും കൂടി കാരണം ഉണ്ടായി. ഈ വേദങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യനെ കൊണ്ട് ഓരോരോ പ്രവൃത്തികൾ ചെയ്യിക്കുന്നത്? ആ വേദങ്ങളിൽ വിശ്വസിച്ചുള്ള കർമ്മങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? അറിവില്ലാത്ത ആൾക്കാരെ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാത്ത ആൾക്കാർക്ക് എന്തുണ്ടാവും? വിരുദ്ധങ്ങളായുള്ള കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും. വിരുദ്ധങ്ങളായുള്ള കർമ്മങ്ങൾ പ്രവർത്തിച്ച് ചെയ്താൽ എന്തുണ്ടായിത്തീരും? മൃത്യുപൈരസാ. അവർ മരണത്തിൽ നിന്ന് വീണ്ടും മരണത്തിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവർക്ക് ഒരിക്കലും മോചനം കിട്ടില്ല എന്ന് പറയുകയാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആദ്യം ആ ഫലേച്ഛ കൂടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുക. അത് കഴിഞ്ഞിട്ടോ മെല്ലെ മെല്ലെ ആ ഫലേച്ഛ ചെയ്യാണ്ടേക്കിയിട്ട് നിഷ്കാമമായിട്ട് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാൻ അവരെ പഠിപ്പിക്കുക. അതാണ് വേദോക്തമേവ കുർവാണോ നിസ്സംഗോ പിതമീശ്വരേ നൈഷ്കർമ്മ്യം ലഭതേ സിദ്ധിം യോജനാർത്ഥാ ഫലശ്രുതി. അതുകൊണ്ടാണ് ഈ വേദങ്ങളായിട്ടുള്ള കർമ്മങ്ങളൊക്കെ എന്തിനാണ് പറയണം? ഈശ്വരനിൽ നിസ്സംഗമായിട്ട് അതിൽ നിഷ്കാമമായിട്ട് താനാണ് ചെയ്യണമെന്നുള്ള ഭാവമില്ലാണ്ട് അതുമാതിരി അതിൻ്റെ ഫലത്തിലൊന്നും ആഗ്രഹമില്ലാണ്ട് ചെയ്യുമ്പോഴാണ് നൈഷ്കർമ്മ്യം ഇതിൽ കർമ്മത്തിൻ്റെ വിടുതൽ കിട്ടുക. അതിന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് രോചനാർത്ഥ ഫലശ്രുതി. അങ്ങനെ ആ കർമ്മങ്ങളിൽ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെയുള്ള ഫലശ്രുതികൾ. ഈ കർമ്മം ചെയ്താൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അല്ല ഇന്ന ഫലം ഉണ്ടാവും എന്നൊക്കെ പറയണത് ഇതിന് വേണ്ടിയിട്ടാണ്. യാശു ഹൃദയഗ്രന്ഥിം നിർജിഹേഷു പരാത്മന വിധിനോപചരേൽ ദേവം തന്ത്രോക്തേന കേശവം. ഇനി യഥാർത്ഥത്തിൽ ഒരാൾക്ക് ആ പരമാത്മാവെന്ന് ഭിന്നനായിട്ടുള്ള ഈ ജീവന്റെ ഉപാധിയായിട്ടുള്ള ഈ അഹങ്കാര ഗ്രന്ഥി ഉണ്ടല്ലോ, ആ ബന്ധനങ്ങളെ മുറിവുകൾ, അത് അഹങ്കാരം കൊണ്ടാണ് ജീവന് താൻ ആത്മാവാണെന്നുള്ള ബോധം ഇല്ലാണ്ട് തീരണത്. ആ ബോധം അഹങ്കാരബോധം മുറിച്ചു കളയാൻ എന്ത് വേണം? ഇതിൽ ക്രിയായോഗം ചെയ്യുക. അതായത് കർമ്മയോഗത്തിൻ്റെ ഒരു ഭാഗമാണ് ക്രിയായോഗം. താന്ത്രികമായിട്ടും വൈദികമായിട്ടും മിശ്രമായിട്ടുള്ള പല രീതിയിൽ പറഞ്ഞ ക്രിയായോഗങ്ങൾ അത് ചെയ്താൽ ആ ഒരു ജീവന് ആ കർമ്മയോഗത്ത് കൂടിയിട്ട് ഭഗവാനെ പ്രാപിക്കാൻ കഴിയുമെന്ന് പറയുകയാണ്. ഇനി ക്രിയായോഗം പറഞ്ഞു കൊടുക്കുകയാണ്. ലബ്ധാനുഗ്രഹ ആചാര്യൽ തേന സന്ദർശിതാഗമ മഹാപുരുഷമഭ്യർച്ചയിൽ മൂർത്തിയാഭിമതയാത്മനാ. ആ തൻ്റെ ഗുരുവിൽ നിന്ന് അനുഗത്തോട് കൂടിയിട്ട് ആ മന്ത്രദീക്ഷയൊക്കെ വാങ്ങുക. എന്നിട്ട് എന്ത് ചെയ്യണം? അദ്ദേഹത്തെ ഉപദേശിക്കപ്പെട്ടുള്ള ഒരു പൂജാ സമ്പ്രദായം അദ്ദേഹം പറഞ്ഞു കൊടുക്കും. അത് തൻ്റെ ഇഷ്ടദേവതയെ തൻ്റെ ഇഷ്ടമുള്ള രൂപത്തിൽ ആരാധിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. എന്നിട്ടോ ശുചി സമ്മുഖമാസീനം ആസീന സംയമനാദിഭി പിണ്ഡം വിശോദ്യ സന്യാസ കൃതരക്ഷോർച്ചയിൽ ഹരിം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ സ്നാനാദികളൊക്കെ കഴിച്ച് ശുദ്ധനായിട്ട് നല്ല സന്തോഷത്തോടു കൂടി ഇരുന്നിട്ട് പ്രാണായാമം, അതുമാതിരി ബോധശുദ്ധി, ഇതെല്ലാം കൊണ്ട് ശരീരത്തിനെ ശുദ്ധാക്കിയിട്ട് ശ്രേഷ്ഠങ്ങളായിട്ടുള്ള അംഗന്യാസം കരന്യാസം എന്നൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ട് തൻ്റെ ശരീരത്തിനുള്ള രക്ഷ ചെയ്തിട്ടാണ് ആ ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങുന്നത്. അർച്ചാദൗ ഹൃദയേജാവി യഥാലബ്ധോപചാരകൈ ദ്രവ്യഖിത്യാത്മലിംഗാനി നിഷ്പാദ്യ പ്രോക്ഷ്യചാസനം. എങ്ങനെയാണ് ആ വിനയം? പാദ്യാദീൻ ഉപകൽപ്യാത സന്നിധാപ്യ സമാഹിത ഹൃദാദിഭി കൃതന്യാസോ മൂലമന്ത്രേണ ചാർച്ചയിൽ. ആ പുഷ്പങ്ങൾ തുടങ്ങിയുള്ള ദ്രവ്യങ്ങളുണ്ട്, പിന്നെ ഭൂമി,
മനസ്സ്, ത്രിമൂർത്തികളെങ്ങനെ ഇതെല്ലാം യോഗ്യം അവരെയൊക്കെ വരിച്ചിട്ട് എന്ത് ചെയ്യണം? ആസനം പ്രോക്ഷണം ചെയ്ത് വിഗ്രഹാദികളിലോ വേണമെങ്കിൽ പൂജിക്കാം. അല്ലെങ്കിൽ തൻ്റെ ഹൃദയത്തിൽ തന്നെ വെച്ച് കിട്ടിയിട്ടുള്ള ഉപകരണങ്ങളെ കൊണ്ട് ഭക്തിയോടെ ഭഗവാനെ ആരാധിക്കണം. ഇങ്ങനെയോ അർഘ്യം, പാദ്യം അങ്ങനെ എന്നൊക്കെ കൽപ്പിച്ചിട്ട് ഹൃദയത്തിൽ നല്ല മാനസപൂജ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിലോ ഈ വസ്തുക്കളെ കൊണ്ടൊക്കെ പൂജിക്കാം. അങ്ങനെ എന്നിട്ട് തൻ്റെ നല്ലവണ്ണം ധ്യാനിച്ച് മൂർത്തിയിലേക്ക് ആവാഹിച്ചിട്ട് ഏകാഗ്രചിത്തനായിട്ട് എന്ത് ചെയ്യണം? മന്ത്രങ്ങളെ കൊണ്ട് ഇതിൽ ഹൃദയത്തിൻ്റെ മൂലമന്ത്രം ഗുരു പറഞ്ഞ് ഉപദേശിച്ചുകൊണ്ട് ആ ന്യാസം ചെയ്ത് ആ മന്ത്രം കൊണ്ട് ആരാധിക്കുക ഭഗവാനെ. അങ്ങനെയുള്ള പൂജയാവാം കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യണം? സാങ്കോപാംഗം സവാർഷദം താം താം മൂർത്തിം സ്വമന്ത്രത പാദ്യാർജ്ഞാതമനീയാത്യൈ സ്നാനവാസോ വിഭൂഷണൈ. ആ തൻ്റെ ഹൃദയത്തിലുള്ള ആ ഇഷ്ടമൂർത്തിയുടെ ആ ഓരോ അംഗങ്ങളും ഉപാംഗങ്ങളും അതുമാതിരി അദ്ദേഹത്തിൻ്റെ പാർഷദന്മാർ അവർക്കൊക്കെ സങ്കല്പിച്ചുകൊണ്ട് അവർക്കൊക്കെ യഥാർത്ഥ ഓരോ മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങളെ കൊണ്ട് അവരെയൊക്കെ വേണ്ട രീതിയിൽ പൂജിപ്പിച്ച് അവർക്കൊക്കെ സന്തോഷിപ്പിക്കുക. വസ്ത്രങ്ങൾ എല്ലാം കൊടുക്കുന്നതായിട്ട് സങ്കല്പിച്ച് പൂജിക്കുക. ഗന്ധമാല്യാക്ഷതസ്രഗ്ഭിർ ധൂപദീപോപഹാരകൈ സാംഗം സമ്പൂജ്യ വിധിവൽ സ്തവൈ സ്തുത്വാ നമേൽ ഹരിം. ഇങ്ങനെ ആ വസ്ത്രാഭരണങ്ങൾ ധരിപ്പിക്കുക. ചന്ദനം, മാല, അക്ഷതം, പൂമാല അതൊക്കെ ഉണ്ട്. അതുമാതിരി ധൂപദീപങ്ങൾ, നേദ്യം ഇതൊക്കെ വിധിപ്രകാരം പൂജിച്ചിട്ട് ആ സ്തോത്രങ്ങളെ കൊണ്ട് എന്ത് ചെയ്യണം? ഭഗവാനെ ഭക്തിയോടുകൂടി സ്തുതിക്കുക. എന്താണ്? സർവക്ലേശനാശകനായിട്ടുള്ള ആ ഭഗവാനെ സാഷ്ടാംഗം വേണ്ടി നമസ്കരിച്ചുകൊണ്ട് രക്ഷിക്കണേ എന്നുള്ളത് ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് വേണം ആ ഭഗവാനെ പൂജിക്കാൻ. അങ്ങനെ ആത്മാനം തന്മയം ധ്യായൻ മൂർത്തിം സംപൂജയേൽ ഹരേ ശേഷാമാദായ ശിരസ സ്വതാമ്യു ശേഷാം ആദായ ശിരസ സ്വതാമ്യുദ്വാസ്യ ശിരസിലെന്നാകും. ശിരസ എന്ന് പറഞ്ഞാൽ ശിരസ് കൊണ്ട് ഏതായാലും ആ അദ്ദേഹത്തിനെ സ്വധാമ്യുദ്വാസ്യ സൽകൃതം. ആ ഭഗവാന്റെ ആത്മാവിൻ്റെ തന്നെ സ്വരൂപമായിട്ടുള്ള ഭഗവാനെ ഇങ്ങനെ ധ്യാനിച്ചിട്ട് എന്ത് ചെയ്യണം? ഇതിൽ ഭഗവാനെ പൂജിക്കുക. എന്നിട്ടോ ആ നിർമാല്യം തൻ്റെ ശിരസ് കൊണ്ട് ധരിച്ചിട്ട് ആ പൂജിതനായിട്ടുള്ള ഭഗവാനെ തൻ്റെ ഹൃദയത്തിലേക്ക് തന്നെ ഉദ്വസിച്ചിട്ട് പൂജ അവസാനിപ്പിക്കുക. ആദ്യം ആ ഹൃദയത്തിലുള്ള ഭഗവാനെ പുറത്ത് സങ്കല്പിച്ചുകൊണ്ടതാണ് വിഗ്രഹത്തിൽ പൂജിക്കുക. അത് ഉദ്ദേശിച്ചിട്ട് തൻ്റെ ഉള്ളിലേക്ക് തന്നെ ആക്കി തീർക്കുക. എന്നിട്ടോ ഏവം അഗ്നിർക്കതോയാദാവധിതോ ഹൃദയേ ചയ യജതി ഈശ്വരമാത്മാനം അജിരന്മുച്യദേഹി സാ. ഇങ്ങനെ വിഗ്രഹങ്ങളിലാവാം, അല്ലാന്നുണ്ടെങ്കിലോ അഗ്നിയിൽ, ജലത്തിൽ, അല്ലെങ്കിൽ വരുന്ന അതിഥികളിൽ, പിന്നെയോ ഇങ്ങനെ ഓരോ സ്വന്തം ഹൃദയത്തിൽ ഇങ്ങനെ പല രീതിയിലും യജതി ഈശ്വരം ആത്മാനം അജിരന്മുച്യദേഹി സാ. ഇങ്ങനെ ആ തൻ്റെ ആത്മാവായിട്ടുള്ള ആ ഈശ്വരനെ ഇങ്ങനെ പല രീതിയിൽ ഭജിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാവരും കാലം കൂടാണ്ട് അധികം വൈകാണ്ട് സംസാരത്തിൽ നിന്ന് മോചിക്കപ്പെട്ടവരാവും എന്നാണ് ഈ കർമ്മയോഗത്തിലെ ക്രിയായോഗം പറയുമ്പോൾ ഇദ്ദേഹം ആവിർഹോത്രം പറയണത്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമൻ ഭാഗവതി മഹാപുരാണേ ഏകാദശ സ്കന്ധേ തൃതീയോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.